മുക്കം അഗ്നിരക്ഷാസേനയെ വെള്ളം കുടിപ്പിച്ച് നടത്തിയ 25ാം വിവാഹ വാർഷികം വർണ്ണാഭവും കൗതുക കാഴ്ചയുമായി മാറി. കിഴക്കൻ മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തകരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയാണ് തങ്ങളുടെ വിവാഹ വാർഷികാഘോഷം വേറിട്ട ആഘോഷപ്പൊലിമയാക്കിയത്. കഴിഞ്ഞ 8 വർഷമായി കുടിവെള്ളം കിട്ടാക്കനിയായിരുന്ന മുക്കം അഗ്നിരക്ഷാസേനയ്ക്ക് പമ്പും പൈപ്പുമടക്കം സ്ഥാപിച്ച് കുടിവെള്ളം എത്തിച്ചാണ് മുക്കം കുറ്റിലപ്പാറയിലെ KP അനിൽകുമാർ അരുണ ദമ്പതികൾ വിവാഹ വാർഷികം നടത്തിയത്. മുക്കം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഒരുക്കിയ ചടങ്ങ് വ്യത്യസ്ത അനുഭവത്തിന് സാക്ഷിയായി. അഗ്നിരക്ഷാസേന ജില്ലാ പരിശീലന കേന്ദ്രം കൂടിയായ മുക്കം ഫയർ സ്റ്റേഷനിൽ ശുദ്ധജലം ലഭ്യമല്ലാത്തതിനാൽ പുറമേ നിന്ന് വെള്ളം എത്തിച്ചാണ് ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ടു പോയിരുന്നത്. കുടിവെള്ള പ്രശ്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ ജോഷില സന്തോഷിൻ്റെ ഇടപെടലാണ് അഗ്നിരക്ഷാസേനയ്ക്ക് സത്യത്തിൽ തുണയായത്. മുനിസിപ്പാലിറ്റിയുടെ കിണർ നവീകരിച്ച് നൽകിയാണ് കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്തിയത് എന്ന സവിശേഷതയും ചടങ്ങിനുണ്ട്. കൗൺസിലറുടെ ഇടപെടലിലൂടെ അനിൽകുമാർ അരുണ ദമ്പതികൾ പൂർണ്ണ ചെലവ് വഹിച്ചാണ് തങ്ങളുടെ 25ാം വിവാഹ വാർഷിക സമ്മാനമായി ഫയർ സ്റ്റേഷനിലേക്ക് കുടിവെള്ളം എത്തിച്ചത്. സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങ് മുനിസിപ്പൽ കൗൺസിലർ ജോഷില സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കുടിവെള്ള പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം അനിൽകുമാർ അരുണ ദമ്പതികൾ ചേർന്ന് നിർവഹിച്ചു. സ്റ്റേഷൻ ഓഫീസർ M അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വത്സൻ മഠത്തിൽ, റിട്ടയർഡ് ഫയർ ഓഫീസർ വിജയം നടുത്തൊടിയിൽ, ഡോക്ടർ തിലകൻ, ജോയ് എബ്രഹാം, പൈസ് അഗസ്റ്റിൻ, N ജയഗീഷ് എന്നിവർ സംസാരിച്ചു. ഇതേ ദമ്പതികൾ മുൻവർഷങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന സ്ട്രെച്ചർ, റോപ്പ് എന്നിവയും നൽകിയിരുന്നു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.